നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് പീരീഡ്സിന്റെ മുമ്പായിട്ട് മൂഡ് സ്വിങ്സ് വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ബ്രസ്റ്റ് ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് വയറിലും അരക്കെട്ടിലും പെട്ടെന്ന് തടി കൂടുതലായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ക്ഷീണം തോന്നുക, ഒന്നിനോടും താല്പര്യമില്ലായ്മ തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈസ്ട്രജൻ ഡോമിനൻസ് ആവാം. അപ്പോൾ എന്താണ് ഈസ്ട്രജൻ ഡോമിനൻസ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്ത്രീ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ രണ്ടെണ്ണമാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇത് ത്രാസിന്റെ രണ്ട് വശങ്ങൾ പോലെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് ഇതിനെ ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഈസ്ട്രജൻ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കും അതേപോലെ റീപ്രൊഡക്ഷനും ഒക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പ്രൊജസ്ട്രോണിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ബാലൻസ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന് മനസ്സിലായോ? പലരും തെറ്റിദ്ധരിക്കുന്നത് ഈസ്ട്രോജന്റെ അളവ് വളരെ കൂടുന്നതാണ് ഈസ്ട്രജൻ ഡോമിനൻസ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളുടെ ശരീരത്തിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിനും ഒരു റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോ തെറ്റുമ്പോഴാണ് നമ്മൾ ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതൊരു പക്ഷെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് നോർമൽ ആയിട്ട് തന്നെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രൊജസ്ട്രോണിന്റെ അളവ് താരതമ്യേന വളരെ കുറഞ്ഞാലും ഇതിന്റെ റേഷ്യോയിൽ ഇംബാലൻസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. എന്നാൽ ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഇതിങ്ങനെ കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതാണ് അമിതവണ്ണം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കോശങ്ങളുണ്ട്. ഇവ നമ്മുടെ കൊഴുപ്പ്, നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുവെന്ന്. എന്നാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്ട്രോജൻ ഡോമിനൻസിനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. പൊതുവെ നമ്മൾ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ PCOS എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് കൊണ്ടുവരുന്നത് ആദ്യം. ഇത് നിങ്ങളുടെ ഈസ്ട്രോജൻ ഡോമിനൻസിന് കാരണമാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം സ്ട്രെസ്. ഇന്ന് സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. പക്ഷെങ്കിൽ ഈ സ്ട്രെസ് നമ്മളുടെ ഹോർമോൺസിനെ ഇംബാലൻസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്രൊജസ്ട്രോണിന്റെ അളവ് വളരെ കുറയ്ക്കാനുള്ള സാധ്യത ഇതിനുണ്ട്. കാരണം സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ നിങ്ങളുടെ പ്രൊജസ്ട്രോണിനെയും ഈ പറയുന്ന ഈസ്ട്രോജന്റെയൊക്കെ ഇംബാലൻസിന് കാരണമാക്കുന്നുണ്ട്. ഇനി നാലാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, ചിലപ്പോൾ അത് കോസ്മെറ്റിക്സ് ആയിരിക്കാം, പ്ലാസ്റ്റിക് ആയിരിക്കാം, ചില രാസവസ്തുക്കളായിരിക്കാം. ഇവയൊക്കെ ഈസ്ട്രോജന് താരതമ്യം ഉള്ള തരത്തിലുള്ള കെമിക്കൽസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈസ്ട്രോജൻ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ഇത് ചെയ്യും. അപ്പോൾ ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായാലും നമുക്ക് ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന രീതിയിൽ നമ്മുടെ ബോഡി റിഫ്ലക്ട് ചെയ്യും. ഇവയെ നമ്മൾ സീനോ ഈസ്ട്രോജൻ എന്ന് വിളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഈസ്ട്രോജൻ ഡോമിനൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് പീരീഡ്സിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്തും നമ്മൾ കാണിക്കുന്ന ചില സിംറ്റംസ്, അതായത് ബ്രസ്റ്റ് ടെൻഡർനെസ്, PMS, അതേപോലെ ഉറക്കക്കുറവ്, മൈഗ്രെയിൻ, ഡിപ്രഷൻസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, വയറിലേക്ക് കൂടുതലായിട്ട് കൊഴുപ്പ് നിറയുന്നതായിട്ട് തോന്നുക, മൊത്തത്തിൽ വണ്ണം കൂടുന്നതായിട്ട് തോന്നുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ബോഡി ടയേർഡ്നെസ്, ഫോഗ്നെസ് എല്ലാം. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, there is an imbalance in your hormones. അപ്പോൾ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടോ, നിങ്ങളുടെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ലെവൽ കറക്റ്റ് ആണോ എന്നൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരിക, യോഗ പ്രാക്ടീസ് ചെയ്യുക, ഡയറ്റ് ശ്രദ്ധിക്കുക, ആൻഡ് നിങ്ങളുടെ വയറിന്റെ ആരോഗ്യം കറക്റ്റ് ചെയ്യുക, ലിവറിന്റെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്യുക, മൊത്തം ബോഡി ഫങ്ഷൻസിനെ നോർമൽ ആക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോർമോണൽ ലെവൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ തമ്മിലുള്ള ഒരു ബാലൻസും കൂടെ കൃത്യമാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.